എന്തായി? അമൃതേച്ചിയെ കണ്ടോ? കണ്ടു. അമൃതേച്ചി എന്താ പറഞ്ഞത്? ചേച്ചി കുറ്റം സമ്മതിച്ചു. കുറ്റം സമ്മതിച്ചെന്നോ? എന്തൊക്കെയാ പറയുന്നേ? ഒരു തെറ്റും ചെയ്യാത്ത അമൃത എങ്ങനെയാ കുറ്റം സമ്മതിക്കുന്നേ? ഇത് തന്നെയാ സഹദേവ മാമ ഞങ്ങളും ചോദിച്ചത്. നിരപരാധിയായ അമൃതേച്ചി എന്തിനാ കുറ്റം ഏറ്റതെന്ന്. പോലീസുകാർ അത്രയും ഉപദ്രവിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അമൃതേച്ചി കുറ്റം സമ്മതിക്കേണ്ട കാര്യം എന്താ? ട്രെയിനിങ് ക്യാമ്പിൽ പോയതുകൊണ്ട് പോലീസിന്റെ ഒരു രീതിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുമെന്ന് പറയുന്നതൊന്നും വെറുതെ അല്ല. അമൃതയെ പോലീസുകാർ ഉപദ്രവിച്ചോ? അതില്ല. ശാരീരികമായി മാത്രമല്ല മാമ, മാനസികമായും പോലീസുകാര് പ്രതികളെ ടോർച്ചർ ചെയ്യും. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാത്ത നമ്മുടെ അമൃതേച്ചി ഒരു കൊലക്കേസിലെ പ്രതിയായി ലോക്കപ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോ സത്യത്തിൽ എന്റെ ചങ്ക് തകർന്നു പോയി. പാവ അമൃതേച്ചി. മോളെ ഇല്ല, അമൃത മോള് തോൽക്കില്ല. ഈ പരീക്ഷണവും അവള് കടന്നു വരും. ജീവിതത്തിൽ അവള് താണ്ടിയ വഴികൾ ഓർത്ത, അവള് നേരിട്ട പ്രതിസന്ധികൾ ഓർത്ത ഇതൊന്നും ഒന്നുമല്ല. തീയിൽ കുരുത്തോളം അവള് അങ്ങനെ എളുപ്പമൊന്നും വരുത്ത് പാടില്ല. അമൃതേച്ചിയെ സമ്മർദ്ദത്തിലാഴ്ത്തി പോലീസുകാരെ കുറ്റം സമ്മതിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തോ വളരെ ഗൗരവമുള്ള കാര്യം പറഞ്ഞ് ഭീഷണിപ്പെടുത്തി തന്നെ ആയിരിക്കും. ഇനിയിപ്പോ ഇവിടെ കുറ്റം സമ്മതിച്ചിട്ട് കോടതിയിൽ നിരപരാധിത്വം തുറന്നു പറയാനായിരിക്കുമോ അമൃതേച്ചിയുടെ പ്ലാൻ? അതൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ അത് മണ്ടത്തരാണെന്ന് ഞാൻ പറയും. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കോടതി മുറി. അവിടെ സത്യവും നീതിയും അല്ല, മറിച്ച് ബുദ്ധിയും സാമർഥ്യവുമാണ് വിജയിക്കുക. അമൃതേച്ചി ഇനി എത്ര കരഞ്ഞു പറഞ്ഞാലും കോടതി അതൊന്നും മുഖവിലേക്ക് എടുക്കണമെന്നില്ല. നാളെ അമൃതേച്ചി കോടതിയിൽ ഹാജരാക്കുമ്പോ അമൃതേച്ചിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റുന്ന രേഖകള് നമ്മുടെ കയ്യിലുണ്ടാവണം. പക്ഷെ അമൃതേച്ചി കുറ്റവാളിയാക്കാൻ പാകത്തിനുള്ള എന്ത് തെളിവുകളാ പോലീസിന്റെ കയ്യിലുണ്ടാവുക? അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പോലീസിന്റെ കയ്യിൽ ആകെ ഉള്ളത് ചോര പുരണ്ട ആയുധവും ചന്ദ്രസേനൻ ധരിച്ചിരുന്ന വസ്ത്രവും മാത്രമാ. അത് വെച്ച് ചന്ദ്രസേനൻ മരിച്ചെന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അച്ഛനിപ്പോൾ പറഞ്ഞതൊക്കെ നാളെ നമുക്ക് കോടതിയിൽ പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളാ. അതിൻ്റെ കൂടെ നമുക്കിനി ആകെ ചെയ്യാവുന്ന ഒരു കാര്യം അമൃതേച്ചിക്ക് വേണ്ടി ഏറ്റവും നല്ലൊരു വക്കീലിനെ അറേഞ്ച് ചെയ്യുക എന്നത് മാത്രം. അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ ഞാൻ വക്കീലങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അങ്കിള് നല്ലൊരു വക്കീലിനെ അറേഞ്ച് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വക്കീലങ്ങളൊന്ന് വിളിക്കട്ടെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.